കാശുള്ള കുടുംബത്തിലെ പെങ്കൊച്ച. അച്ഛൻ ദുബായില, അമ്മ വൈഫ് ഹൗസ്. പിന്നെ ഒരാങ്ങളെ ചെറുക്കനുണ്ട്, അവൻ ഫുൾ ടൈം ജിമ്മില. എടാ നീയും ജിമ്മിനാന്ന് ഓർത്ത് നീ പേടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഈ സിനിമ അടിവനെ കെട്ടാനുള്ള കോഴ്സ് പഠിക്കുന്ന പരമ വിഡ്ഢിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അവക്കൊക്കെ വലിയ ഗ്ലാമർ ഉള്ളവരൊക്കെ പിടിക്കുള്ളായിരിക്കും. പിന്നെ എന്നിട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് മാത്രമാണ് പെണ്ണ് കിട്ടുന്നത്. നിനക്കും കിട്ടൂടാ സഹോ. ജെയിംസ് ആന്റണി സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ ആരാ? എടാ അപ്പൊ പിന്നെ നിന്റെ പുറകെ പെൺപിള്ളേർ ക്യൂ ആയിരിക്കും. ആ ക്യൂവില് പൊരുവേലത്തെ പെങ്കൊച്ചിനെ കൊണ്ട് നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാ പിന്നെ നോക്കാല്ലേ. പിന്നെ അല്ലാതെ അവള് ഡെയിലി 4 മണിക്ക് വയലിൻ ക്ലാസ്സിൽ പോകും. ആ വയലിൻ പഠിക്കണ്ടല്ലേ? അതാ അവളെ കണ്ടപ്പോ ഒരു വയലിൻ ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നു. നീയും നിന്റെ വയലിൻകാരും കൂടി 4 മണിക്ക് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ട്യൂൺ ചെയ്താൽ മതി. അവിടെ ആകുമ്പോ സേഫ് ആണ്. അപ്പൊ നീ വന്നല്ലേ? എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ചിലപ്പോ അഡ്മിറ്റ് ആവേണ്ടി വരും. അതിന് നിനക്കെന്നാ പറ്റിയ? നീ കടിക്കടാ പട്ടി. അളിയ ആളിയനി മോന്തേം വെച്ച് അങ്ങോട്ട് പോയിട്ട് എന്നാ കാണിക്കാനാ? മാറിക്കേ, പോയെ പോയെ. പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? എന്റെ പേര് ദാസപ്പൻ എന്നാണ്. തന്തേ തല്ലി ദാസപ്പൻ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പോയെന്നു. ഓ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ. എൻജോയ് എൻജോയ്. എന്നാടി കുറച്ച് പുഴമീൻ ആദ്യം പോയി പാത്രം കഴുകി വെക്ക്, എന്നിട്ട് മീൻ കറി വെച്ചാൽ മതി. മീൻ വാങ്ങണ്ടായിരുന്നു. എന്റെ സഹോ, നീ ഇങ്ങനെ വിഷമിക്കാതിരി. അവന്മാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലടാ. അവള് നോക്കുമ്പോ നീ ആരാ? നീ ആരാ? ആരാ? എടാ നീ അവന്മാരെയൊക്കെ ഒന്ന് കാണായിരുന്നു. നല്ല ഹൈറ്റും വെയിറ്റും ബോഡിയും ഒടുക്കത്തെ കളറും ഒടുക്കത്തെ ഗ്ലാമറും. ഞാൻ അവന്മാരുടെ ഇടയിൽ നിന്നിട്ട് അവളെനിക്ക് ചില്ലറ പൈസ എറിഞ്ഞാൽ ഭാഗ്യം. അതും ശരിയാ. എന്നാ ശരിയാന്ന്? അപ്പൊ ഞാൻ പിച്ചക്കാരനോ? നീ തന്നെയല്ലേ പറഞ്ഞത്? അത് നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ? ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാണാ? ഇവിടെ ജെയിംസ് സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ പോളെ കോപ്പേ. ഒന്നാമത് നിനക്ക് ഭയങ്കര ചൂടാണ്. അതെന്താണെന്നറിയാമോ? നീ ഭയങ്കര മൂഡ് ഔട്ടാണ്. നമുക്ക് പുറത്തേക്ക് പോയി ഒന്ന് കറങ്ങി വരാൻ നേരത്തില്ലേ നിന്റെ ഈ മൂടൊക്കെ മാറും. എനിക്കൊരു കല്യാണമുണ്ട്, വാ നമുക്ക് അവിടെ പോയിട്ട് വരാം. ഞാനങ്ങൂല്ല, എന്നെ വിളിക്കാത്തല്ലായിരുന്നു ഞാൻ വരില്ല. സഹോ, ഞാൻ വിളിക്കുന്നു, നീ എൻ്റെ കൂടെ വരുന്നു. ഏത് കല്യാണത്തിനും കാണാം കുറെ യോയോയും കൂളിംഗ് ഗ്ലാസും. ഈ മാതിരിക്കാരെ പാനിയില്ലേ? ഇവരൊന്നും കല്യാണം വിളിക്കരുന്നേ. ദേടെ ഒരുത്ത ഹനുമാൻ മരുത്തോമല കൊണ്ടുപോകണ കൊണ്ടുപോകണണ്ട. ഇവനൊക്കെ ഉണ്ട് കല്യാണം വരുന്ന ശാപം എന്ന് പറയണത്. ഇവന്മാരെയൊക്കെ നിരോധിക്കണം. ദാസപ്പ നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഹലോ, എവിടെ? ഈ ഫാൻസിന്റെ ഒരു കാര്യം. ഒരു ഫോട്ടോ. ഓക്കെ. പെട്ടെന്ന് എടുക്കില്ലെങ്കിൽ ആള് കൂടും. നടുക്ക് ഞെക്കിയാ മതി. ഇതിന്റെ നടുക്ക് ഞെക്കിയാ മതിന്ന്. ഈ ആർച്ചേ ചേട്ടാ, ഈ ആർച്ച് കറക്റ്റ് ആയിട്ട് കിട്ടും. ആർച്ച് ഫുൾ ആയിട്ട് ഞങ്ങൾ 3 പേരും എടുത്തു തരാനായിരുന്നല്ലേ? ചേട്ടാ 3 പേരെയും കിട്ടണേ. റെഡി. അപ്പൊ ശരിയാക്കി തരാട്ടോ. കുറച്ചും കൂടെ നീങ്ങി. ഒന്ന് കുനിഞ്ഞേക്ക്, കുറച്ച് ചിഹ്നം. ഓക്കെ. എവിടെ നോക്കട്ടെ? പോടാവേ. ൊന്നുമില്ലല്ലേ? ചേട്ടാ ഈ സിനിമയിലൊക്കെ ഉള്ളതല്ലേ? അതെ. ഇപ്പൊ ഏതാ പുതിയ പടമൊന്നും ഇല്ലേ? ഇല്ല, തുടങ്ങാൻ പോണുള്ളൂ അടുത്ത മാസം. ചേട്ടാ ഈ റോയ്സിന്റെ ഫ്രണ്ട് ആണോ? ആരുടെ? ഈ ചെക്കന്റെ. അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ ചെക്കൻ.
ഇവന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണെന്ന് വിളിക്കാത്ത കല്യാണത്തിന് വന്ന് തിന്നിട്ട് പോകും. നാണം കെട്ടവൻ. ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണും. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കടാ. പ്ലേറ്റ് ഇവിടെ കൊണ്ടോ. എന്നെന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ കൂട്ടുകാരനൊന്നും ചെയ്യല്ലേ. കിച്ചു, കിച്ചു, ഓടി രക്ഷപ്പെട്ടടാ. ദാ പട്ടി, എന്തോ നിന്നെ പോലും വിളിക്കാത്ത കല്യാണത്തിന് എന്നെയും കൂടി വിളിച്ചോണ്ട് നാറ്റിച്ച് എന്തിനാടാ? എന്റെ സഹോ, നിനക്കിത് ആദ്യമായതുകൊണ്ടാണ്. എന്നെ പോലെ 100 വിളിക്കാത്ത കല്യാണം കൂടി കഴിഞ്ഞാണ്ടല്ല ഇതൊക്കെ അങ്ങോട്ട് മാറും. നിന്നെ ഞാൻ കൊണ്ടുപോടാ കല്യാണത്തിന്. ഇവിടെ കോപ്പ ഇവിടെ ഇപ്പൊ അതാണ് മാറ്റർ. ആ പെങ്കൊച്ചിന്റെ മുമ്പിൽ എനിക്ക് പുല്ല് വിലായിരിക്കും. നീ അതാ അടിച്ചേ ടച്ചിങ്സ്. ഇതെന്താ ഇത്? ലിവർ സിറോസിന്റെ ഗുളിക പിടിച്ചതാണ്. എടാ ഇതൊക്കെ അടിക്കാൻ നേരത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഗുളിക കഴിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ ടച്ചിങ്സ് ആയിട്ട് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. നിന്റെ കരളെന്ന് പറഞ്ഞാൽ എന്റെ ചങ്കലടാ. എന്നാ ചിയേഴ്സ്. സഹോ, ഇത് ഞാൻ കുടിച്ചിട്ട് പറയണല്ല കേട്ടോ. ആ ഇത് ഫിറ്റായവന്മാര് പറയണ ഫസ്റ്റ് ഡയലോഗാണ്. സത്യം പറഞ്ഞാൽ നീ ദൈവാടാ. അത് നീ ദൈവാ. ഏറെക്കുറെ. പിന്നെ നീ ഇത് ആരോടും പറയുന്നു വേണ്ട കേട്ടോ. ഈ നാട്ടുകാര് പട്ടികളാരും വിശ്വസിക്കാൻ പാടില്ല ഞാൻ ദൈവമെന്നൊക്കെ. നീ മനസ്സിൽ വെച്ചാൽ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. എന്താ മേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാം. വെച്ചോ വെച്ചോ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ തന്നെ ചോറുന്നില്ല ഞാൻ ചത്തൊന്നും പോവില്ലോ. വെച്ചമ്മന്നു കണ്ണി കണ്ട പെൺപിള്ളേരൊക്കെ ഏത് പാരാത്തിൽ വിളിച്ചാലും നിനക്കൊക്കെ സൊള്ളാൻ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാൽ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ തിരക്കും ബഹളവും ദേഷ്യവും. എന്തിനാണ് അതിപ്പോ അമ്മ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടണേ? സഹോ, ഞാനെന്നല്ല എല്ലാ മക്കളും അമ്മമാരോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? എടാ നമ്മളെ വിട്ട് പോകില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള ഒറ്റ ആളേ ഉള്ളൂ. അത് നമ്മുടെ അമ്മയാണ്. സഹോ, അത് നിന്റെ അമ്മ ഇപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് തോന്നണാട്ടോ. അമ്മ ഇല്ലാണ്ടായ പിന്നെ അമ്മയൊന്നും വിളിക്കാൻ കൊതിക്കും. ശരി, അപ്പൊ ആ വിളിയേക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടാടാ. എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല. നീ നിന്റെ അമ്മോട് ചൂടാവില്ലടാ ദാസപ്പ. ഞാൻ ഒഴിച്ചു വെച്ച സാധനോടെ പട്ടി നീ എടുത്ത് കുടിച്ചത് എവിടെ പോയി മേടിക്കാനാണ്?